നാടിനെ നടുക്കിയ കൂട്ടക്കൊല പോലീസിനോട് വിശദീകരിച്ച് പ്രതി അഫാൻ. പെൺസുഹൃത്ത് ഫർസാനയെയും സഹോദരൻ അഫ്സാനെയും കൊലപ്പെടുത്തും മുമ്പ് മറ്റ് കൊലപാതക വിവരങ്ങൾ ഇവരെ അറിയിച്ചിരുന്നു എന്നാണ് മൊഴി. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് ഫർസാന കരഞ്ഞു ചോദിച്ചപ്പോഴാണ് അഫാൻ ചുറ്റിക കൊണ്ട് അടിച്ചു വീഴ്ത്തിയത്. സൽമാ ബീവിയെയും സാജിദ ബീഗത്തെയും കൊലപ്പെടുത്താനുള്ള കാരണങ്ങളും അഫാൻ പോലീസിനോട് വിശദീകരിച്ചു. ഇതിനിടെ നാട്ടിലെത്തിയ അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം ചികിത്സയിലുള്ള ഭാര്യ ഷെമിയെ കണ്ടു. മക്കളെക്കുറിച്ച് ഷെമി അബ്ദുൾ റഹീമിനോട് ചോദിച്ചെന്ന് സുഹൃത്ത് അബൂബക്കർ പറഞ്ഞു. റഹീമിൻ്റെ കൂടെ കയറി കാണാൻ കഴിഞ്ഞു. കണ്ടപ്പോഴത്തേക്ക് റഹീമിനെ തിരിച്ചറിയുകയും കയ്യിൽ പിടിക്കുകയും ചെയ്തു. കയ്യിൽ പിടിച്ചു. മകൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. മകനടുത്ത ഇദ്ദേഹത്തിൻ്റെ അളിയൻ്റെ വീട്ടിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു. റിക്കവർ ചെയ്ത് വരാനാണ് പ്രതീക്ഷ. ഇല്ലില്ല, അങ്ങനെ ഒരു വിഷയം അതിനെക്കുറിച്ച് സൂചന പോലും കൊടുത്തിട്ടില്ല. അവർ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. അവർ കട്ടിൽ നിന്ന് വീണത് എന്നാണ് ആദ്യം കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെയാണ് പോകുന്നത്. അവർ റിക്കവർ ചെയ്ത് വരും, കുഴപ്പമില്ല. ഒരു റിക്കവറായി വരും. സംസാരിക്കുന്ന വ്യക്തമായി തിരിഞ്ഞില്ലെങ്കിൽ പോലും മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും. അത് റഹീമിന് മനസ്സിലാവുന്നുണ്ട്. റഹീം അതിന് മറുപടിയും കൊടുക്കുന്നുണ്ട്. അഫാനെ പറ്റി ചോദിച്ചു. അത് ഏറ്റവും കൂടുതൽ ഇളയ കുട്ടിയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഇല്ല അങ്ങനെ അറിയിച്ചിട്ടില്ല. അങ്ങനെ അറിയിച്ചിട്ടില്ല. അവരുടെ സഹോദരൻ്റെ വീട്ടിലാണ് ഉള്ളതായിട്ടാണ് അറിയിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. ചോദിക്കുന്നുണ്ട് അവരും. അപ്പോൾ ICUവിലായതുകൊണ്ടാണ് ഇങ്ങോട്ട് കയറ്റി വിടാത്തത് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അങ്ങനെ തന്നെയാണ് പോകേണ്ടത്. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ശ്രീഗോകുലം മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഉമേഷ്, ഈ സമാനതകളില്ലാത്ത കൊടും ക്രൂരത, ആ ക്രൂരകൃത്യം അതെങ്ങനെയാണ് നടത്തിയതെന്ന് അഫാൻ പോലീസിനോട് വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ കാരണമായി മാറിയത് എന്തൊക്കെയാണ് എന്ന് ചില കാര്യങ്ങൾ അഫാൻ വിശദീകരിക്കുന്നുണ്ട്. ഈ മൊഴി എത്രത്തോളം വിശ്വാസത്തിലെടുക്കുന്നുണ്ട് അന്വേഷണ സംഘം? പ്രത്യേകിച്ച് ഇതിൻ്റെ കാരണം എന്താണ് എന്നത് കണ്ടെത്താനുള്ള അന്വേഷണം ഒരു ഭാഗത്ത് വളരെ ഊർജിതമായി നടക്കുന്നതിനിടയിൽ ഈ മൊഴി പ്രധാനമാണ്. അത് എത്രത്തോളം വിശ്വാസത്തിലെടുക്കുന്നുണ്ട് പോലീസ്? ഉമേഷ്. സൽമാ ബീവിയെ, അതായത് താഴെ പാങ്ങോട് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലായിരുന്നു ഇന്നലെ അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ പാങ്ങോട് പോലീസിനോടാണ് ഈ മൊഴികളെല്ലാം അഫാൻ പറഞ്ഞത്. എങ്ങനെയാണ് കൊല ചെയ്തതിൽ നടന്ന സംഭവങ്ങൾ ഇവയെല്ലാമാണ് അഫാൻ വിശദീകരിച്ചത്. അതുപ്രകാരം ആദ്യം അമ്മയെ ആക്രമിക്കുന്നു. ഷെമിയെ വീട്ടിൽ വെച്ച് ആക്രമിച്ച ശേഷമാണ് താഴെ പാങ്ങോട് പിതാവിൻ്റെ ഉമ്മയെ ആക്രമിക്കാൻ വേണ്ടി കൊലപ്പെടുത്താൻ വേണ്ടി എത്തുന്നത്. പിതാവിൻ്റെ ഉമ്മ നിരന്തരമായി തൻ്റെ ഉമ്മയെ കുറ്റപ്പെടുത്തുകയും ആക്ഷേപിക്കുകയുമെല്ലാം ചെയ്തിരുന്നു. അതിന് തനിക്ക് വിരോധമുണ്ടായിരുന്നു. അതേ തുടർന്നാണ് തലയ്ക്കടിച്ച് സൽമാ ബീവി എന്ന പിതാവിൻ്റെ ഉമ്മയെ കൊലപ്പെടുത്തുന്നത്. അതിനുശേഷമാണ് പിതാവിൻ്റെ സഹോദരനെ കൊല്ലാൻ വേണ്ടി നേരെ SN പുരത്തെത്തുന്നത്. ലത്തീഫും ഷാജിദ ബീവിയുമാണ് ഈ SN പുരത്ത് താമസിച്ചിരുന്നത്. ഇതിൽ ലത്തീഫിനെ കൊല്ലുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ലത്തീഫ് പലതവണ കുടുംബത്തിൽ തങ്ങളുടെ കടബാധ്യതയുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തിയിരുന്നു. മറ്റ് സഹായങ്ങളൊന്നും ചെയ്തിരുന്നില്ല. പലപ്പോഴും ഉമ്മയെ കുറ്റപ്പെടുത്തിയിരുന്നു. ഇതിൽ വിരോധമുണ്ടായിരുന്നു. ലത്തീഫിനോടാണ് വിരോധമുണ്ടായിരുന്നത്. ലത്തീഫിൻ്റെ ഭാര്യയോട് വിരോധമുണ്ടായിരുന്നില്ല. പക്ഷേ ലത്തീഫിനെ കൊല ചെയ്താൽ ആ വിവരങ്ങൾ അതിനിടം പോലീസിനെ അറിയിക്കും എന്നുള്ളതും തൻ്റെ തുടർന്നുള്ള കൊലപാതകങ്ങൾക്ക് തടസ്സമാകുമെന്നും അഫാൻ കരുതി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലത്തീഫിനെയും ഭാര്യ ഷാജിദ ബീവിയെയും കൊല്ലാൻ തീരുമാനിക്കുന്നത്. ഇവരെ കൊന്നതിന് ശേഷമാണ് വീണ്ടും തിരിഞ്ഞ് വെഞ്ഞാറമൂടേക്ക് എത്തുന്നത്. വെഞ്ഞാറമൂടെത്തി ആദ്യം മദ്യപിക്കുകയാണ് ഇയാൾ ചെയ്തത്. മദ്യപിച്ച ശേഷമാണ് മറ്റ് 2 കൊലപാതകങ്ങൾ, അതായത് പ്രണയിച്ച സർഫാനെയും ഒപ്പം സ്വന്തം അനിയനെയും കൊല ചെയ്യുന്നത്. ഇവർ രണ്ടുപേരോടും ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴത്തെ മൊഴിയിൽ പറയുന്നത്. അതായത് ഫർസാനെ വീട്ടിലെത്തിച്ച സമയത്ത് ആദ്യം മുകളിലത്തെ 1-ാം നിലയിലെ റൂമിലേക്കാണ് കൊണ്ടുപോയത്. 1-ാം നിലയിലെ റൂമിലേക്ക് കൊണ്ടുപോയ ശേഷം തങ്ങളുടെ കടബാധ്യതയും ആ കടബാധ്യതയെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളിൽ താൻ അന്നേ ദിവസം നടത്തിയ കൊലപാതകങ്ങളും, അതിൽ 4 പേരെ ആക്രമിക്കുന്നു. 3 പേർ മരിക്കുന്നു. ഇപ്പോൾ ഷെമി ഹോസ്പിറ്റലിലാണ്. ഈ കൊലപാതകങ്ങൾ താൻ നടത്തി എന്ന് ഫർസാനയോട് ഏറ്റു പറഞ്ഞ ശേഷം ഫർസാന ഇത് കേട്ട് വിങ്ങിപ്പൊട്ടുന്നു. കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ തങ്ങൾ ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്നുള്ള ചോദ്യം കൂടി ഫർസാന ചോദിച്ചു തീരുന്ന സമയത്ത് തന്നെ തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിച്ച് ഫർസാനയെ ക്രൂരമായി കൊല ചെയ്യുകയാണുണ്ടായത്. ഫർസാനയെ കൊല ചെയ്ത ശേഷമാണ് അഫ്സാനെ കൊല ചെയ്യുന്നത്. അഫ്സാനെ അതിനുശേഷം ഓട്ടോയിൽ വിളിച്ചു കൊണ്ടുവന്ന് വീട്ടിലെത്തിച്ച ശേഷം താഴത്തെ നിലയിലെ ഹാളിൽ വെച്ചാണ് തലയ്ക്കടിച്ച് കൊല ചെയ്യുന്നത്. അഫ്സാനോടും ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നാണ് അഫാൻ മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും പൂർണ്ണമായി പോലീസ് ഇക്കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. ഈ മൊഴി എന്ന നിലയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ കൃത്യമായി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും യാത്രാ വിവരങ്ങളും എല്ലാം ശേഖരിച്ച ശേഷം മാത്രമേ അതുമായി ബന്ധപ്പെട്ട തുടർ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. അതേസമയം അഫാന്റെ പിതാവ് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിലെത്തി ഷെമിയെ കണ്ടു. ആരോഗ്യ വിവരങ്ങൾ തേടി ഇപ്പോൾ താഴെ പാങ്ങോട് കുടുംബ വീട്ടിലേക്ക് അബ്ദുൾ റഹീം എത്തിയിട്ടുണ്ട്. റീജിത്ത്.
ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. അഫാൻ എങ്ങനെയാണ് ഈ ക്രൂരകൃത്യം നടത്തിയത് എന്ന കാര്യം പോലീസിനോട് വിശദീകരിക്കുകയാണ്. ആ മൊഴി വിശദമായി പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം. അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ചികിത്സയിലുള്ള ഭാര്യ ഷെമിയെ കണ്ടിരുന്നു. വളരെ വൈകാരികമായ രംഗങ്ങളായിരുന്നു. അവർ ഈ ഷെമി തൻ്റെ ഇളയ മകനെക്കുറിച്ചാണ്, അഫ്സാനെക്കുറിച്ചാണ് ചോദിച്ചത് എന്നാണ് സുഹൃത്ത് അബൂബക്കർ നേരത്തെ വിശദീകരിച്ചത്.